ബ്രൂവറി വിഷയത്തിൽ മന്ത്രി എം പി രാജേഷിനെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഓയസിന് വേണ്ടി മാത്രം വാദിക്കുന്ന മന്ത്രിയുടേത് ഇരട്ടത്താപ്പ്. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തൃത്താലയിൽ സ്ഥാപിക്കണം. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പോലും മന്ത്രി കേൾക്കാൻ തയ്യാറായില്ല എന്ന വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എം പി രാജേഷ് മന്ത്രി പറയുന്നത്. സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. പ്രദേശവാസികൾക്ക് ആശങ്കയില്ല എന്നാണ് മിനിസ്റ്റർ പറയുകയുണ്ടായത്. പത്രക്കാരോട് പ്രദേശവാസികളെ കഴിഞ്ഞ ഈ 10 മാസമായി ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മിനിസ്റ്റർ, പാലക്കാടുകാരനായിട്ടുള്ള ഈ മിനിസ്റ്റർ പ്രദേശവാസികളെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ അവരുടെ ആവലാതികൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല ഇതുവരെ. എന്നിട്ട് എങ്ങനെയാണ് പ്രദേശവാസികൾക്ക് ആശങ്കയില്ല എന്ന് മിനിസ്റ്റർ പത്രക്കാരോട് പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൂടാതെ മന്ത്രി പറഞ്ഞു വെള്ളത്തിന്റെ കാര്യം പലതവണ ചർച്ച ചെയ്തതാണല്ലോ എന്ന്. ഇവിടേക്ക് ഒയാസിസിന് വേണ്ടി വെള്ളത്തിന് ആദ്യം എന്താ പറഞ്ഞത്? വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു കിൻഫ്രയിലെ ഫുഡ് പാർക്കിലേക്ക് കൊടുക്കുന്ന മലമ്പുഴ വെള്ളത്തിന്റെ ബാക്കി വരുന്ന ഭാഗം അധിക ജലം ഇവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു അതൊന്നുമല്ല, മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിൽ നിന്ന് ശേഖരിക്കുമെന്ന് പറഞ്ഞു. ഈ മിനിസ്റ്റർ അടക്കം അഹല്യ ക്യാമ്പസിൽ പോയി മഴവെള്ള സംഭരണിയെ കുറിച്ച് പഠിക്കാൻ പോയി എന്നുള്ള വസ്തുത ജനങ്ങൾ ആരും മറന്നിട്ടില്ല എന്നുള്ളത് മിനിസ്റ്റർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പറയുന്നു മഴവെള്ള സംഭരണിയെക്കാളും, അതായത് കൊടുമ്പ് പഞ്ചായത്തിലുള്ള സുരേഷ് എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു സാക്ഷിപത്രം വെച്ചിട്ടാണ് ഇവിടെ പെർമിറ്റിന് അപേക്ഷ തന്നിരിക്കുന്നത് പഞ്ചായത്തിൽ. ഈ സുരേഷ് ആരാണ്? ഇയാൾക്ക് വെള്ളത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഇയാൾക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടോ? വെള്ളത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? ഇതൊരു പരീക്ഷണവും നടത്താതെ, ഒരു പരിശോധനയും നടത്താതെ വഴിയെ പോകുന്ന ഒരു സുരേഷിന്റെ കത്ത് വെച്ചിട്ടാണ് ഇവിടെ പെർമിറ്റിന് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതൊന്നും നിയമലംഘനമല്ലേ മിനിസ്റ്ററെ എന്ന് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ രൂക്ഷമായ ഭാഷയിൽ അവർ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അതായത് പ്രാഥമികമായി നടത്തേണ്ട ഒരു പരിശോധന പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട് അരുൺ? തീർച്ചയായിട്ടും ഇന്നലെയാണ് മന്ത്രി എം പി രാജേഷ് ഈ എലപ്പുള്ളി പഞ്ചായത്തിനെതിരെ പരിഹാസ രൂപേണ പ്രതികരണം നടത്തിയത്. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. പറയാനുണ്ടായ സാഹചര്യം എന്നുള്ളത് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി വരുന്നതിനെതിരെ പ്രത്യേക ഗ്രാമസഭകൾ പഞ്ചായത്തിൽ ചേരുകയും അവിടെ അവരെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് പാസ്സാക്കുകയും ചെയ്തു എന്നുള്ള. ഇതേക്കുറിച്ച് മന്ത്രിയോട് ചോദിച്ചപ്പോഴായിരുന്നു മന്ത്രി എലപ്പുള്ളി പഞ്ചായത്തിനെതിരെ വലിയ പരിഹാസ രൂപേണയുള്ള പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിലാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായ രേവതി ബാബു അവർ മന്ത്രിക്കെതിരെ വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. മന്ത്രി എപ്പോഴും ഈ ഒയാസിസ് എന്ന മദ്യനിർമ്മാണ കമ്പനിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. മാത്രമല്ല ആ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക കേൾക്കുന്നതിനോ അതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതിനോ ഒന്നും തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് നിരന്തരം ഈ മന്ത്രി വാദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഒയാസിസിന് വേണ്ടി മാത്രം വാദിക്കുന്ന മന്ത്രിക്ക് ഇരട്ടത്താപ്പാണെന്നും ഒയാസിസ് പ്രശ്നങ്ങളില്ലാത്ത കമ്പനിയെങ്കിൽ ബ്രൂവറി തൃത്താലയിൽ, അതായത് എം പി രാജേഷിന്റെ മണ്ഡലം തൃത്താലയാണല്ലോ, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കമ്പനിയാണ് ഒയാസിസ് എങ്കിൽ തൃത്താലയിൽ കൊണ്ടുപോയി ഈ മദ്യ കമ്പനി സ്ഥാപിക്കട്ടെ എന്നുൾപ്പെടെ വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റായ രേവതി ബാബു പറയുന്നത്. ഏതായാലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അവിടെയുള്ള കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJP-യുടെയും പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ ഒരു മദ്യനിർമ്മാണശാല വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് അതുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോടതിയെ സമീപിച്ച് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല. അതായത് എന്താണോ നടപ്പിലാക്കിയത് ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി എം പി രാജേഷിൻ്റെതായി പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോര് കടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം അവർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനവും എടുക്കുന്നുണ്ട്.
രാഖി, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ മന്ത്രി രാജേഷ് ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് എലപ്പുള്ളിയിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള അവകാശവും ചുമതലയും സർക്കാരിനുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. തൊഴിലവസരങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്നുൾപ്പെടെയാണ് MP രാജേഷ് പറയുന്നത്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിശമായിട്ടുള്ള, അതായത് ഈ ജനങ്ങളുടെ ആശങ്ക മന്ത്രി കേൾക്കുന്നില്ല. ഈ ബ്രൂവറിക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്ന മന്ത്രി ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മന്ത്രിക്ക് ഇരട്ടത്താപ്പാണ്. ഈ ഒയാസിസ് കമ്പനിക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തൃത്താലയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കട്ടെ എന്നുൾപ്പെടെ വളരെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ അത് ബാലിശമായതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് MP രാജേഷ് ചെയ്യുന്നത്. പക്ഷെ അത് ബാലിശമല്ല, കൃത്യമായ ചോദ്യങ്ങൾ തന്നെയാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും ഈ എലപ്പുള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇടങ്ങളിൽ ഈ പ്രത്യേക ഗ്രാമസഭകളും മറ്റുമൊക്കെ ചേർന്ന് ആളുകളുടെ, അതായത് കൂടുതൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ നേടിയെടുത്തുകൊണ്ട് ഈ മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള നീക്കം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കം തന്നെയാണ് അവർ. അതോടൊപ്പം തന്നെ ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി വിരുദ്ധ സമരസമിതിയും കൂടുതൽ ശക്തമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ അവർ പാലക്കാട് വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അവരുടെ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഇന്നലെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഈ പ്രത്യേക ഗ്രാമസഭ ചേരുന്ന വിഷയത്തെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയതെങ്കിൽ ഇന്നിപ്പോൾ ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ ഒയാസിസ് കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയി ഈ ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കട്ടെ എന്നുൾപ്പെടെയുള്ള വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ശരി, അരുൺ, എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ പഞ്ചായത്ത് കടുത്ത നിലപാടിലാണ്. ഈ പ്രശ്നങ്ങളല്ല എങ്കിൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചുകൂടെ എന്നാണ് പഞ്ചായത്ത് ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് എന്തായാലും 1 മണിക്കൂറിലും നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ